ഓക്കെ അണ്ണാ, ശരി ശരി ശരി. ഒന്നും കൊണ്ടില്ല ചുമ്മാരി. മാമന്റെ ബർത്ത്ഡേ ആട്ടോ അണ്ണാ, മാമന്റെ ബർത്ത്ഡേ ആണ്. അല്ലല്ല തൽക്കാലം അതിലുണ്ട്. ഇതിവരിങ്ങനെ നിക്കൂ, നമ്മൾ രഹസ്യം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം രഹസ്യങ്ങളൊന്നും അവര് ചോർത്തില്ലല്ലേ? ചന്ദ്രു ഇവിടെ വന്നിട്ട് ഇരി ചന്ദ്രു. അണ്ണാ അവസാനം എന്തെങ്കിലും ഇതുണ്ട ആ പിള്ളേർ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ഇല്ല അവിടെ ചന്ദ്രൻ ചന്ദ്ര വന്നപ്പോ എല്ലാം പോയല്ല. ആർക്കടാ പറയാനുള്ള ഹലോ 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 ആരാ? ഹലോ അണ്ണാ, സുഖമാണോ? എടാ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് ഇടയ്ക്കാ ബ്രോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇത് ഫ്ലൈറ്റ് മോഡ് ഇടുവാണേ ഗൈസ്, അല്ലേ ഇത് ശരിയാവില്ല. ഇത് എന്താടാ ഇത്? ആരാടാ ഇമോട്ട് ഇട്ടത് ഇതിന്റെ ഇടയ്ക്ക്? അല്ല ആരും ഇമോട്ട് ഇട്ടില്ലല്ലോ, അത് വേറെ ഇമോട്ടിന്റെ ആവില്ലടാ, ആരും കൂടെ ആരും ഇമോട്ട്. ഹലോ ഹലോ, പേരെന്തായിരുന്നു? മിച്ചു പോപ്സ്. മിച്ചു പോപ്സ്. എന്ത് വന്നാലും നിങ്ങളിവിടെ പണിക്ക് പോകുന്ന പിള്ളേരാണെന്ന് ജോക്കി അറിയാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് വരെയും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. ഇടി വെട്ടിയാൽ പോലും അനങ്ങാനും മിണ്ടാനോ തിരിയാനോ പാടില്ല. കാരണം പുള്ളിക്ക് ചിലപ്പോൾ അതൊക്കെ ഹേർട്ടാവും. ഭയങ്കര പഴയ പിഞ്ചു മനസ്സുള്ള ആളാ. നമ്മൾ പുള്ളി ഇപ്പോഴും ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന കമാൻഡോസിനെ പുള്ളിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ധൈര്യത്തില ധൈര്യം കൂടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നൈസായിട്ട് ഇത് അങ്ങനെ പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് പറഞ്ഞ നൈസായിട്ട് നിങ്ങൾ തന്നെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? ആളെ പൊക്കിയിട്ട് നിങ്ങളെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? വലിയ പ്രശ്നത്തിലോട്ട് പോകും. നിങ്ങൾ ഇങ്ങനെ കളിത്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അറ്റാക്ക് വന്ന് അപ്പ വീഴും. സത്യം. അവസരം ഒരു കാര്യം പറയട്ടെ എന്നാ, ഇതെല്ലാം ബ്ലാക്ക് മാഫിന്റെ പിള്ളേരാ. അപ്പൊ ഇവർക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്തിയ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. അവരുടെ കൂടെ സമയമില്ലായിരിക്കും. പിന്നെ ഞാൻ ഇനി അവരുടെ ബോഡി ഗാർഡായിട്ട് ഞാൻ പോകാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. നിനക്ക് എങ്ങനെ തോന്നണ ഇങ്ങനൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കാൻ? ആര്? ജോക്കിയെ തല്ലുപടിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ തോക്കും കൊടുത്ത്. ഇല്ലാണ്ട് എമ്മാർക്ക് വലിയ ബിസിനസ്സാ. പൊട്ടണതൊക്കെ ഉണ്ട്. വേണ്ടി വന്നാ പൊട്ടിക്കുമാര് കഞ്ഞാക്കന്മാരും മിടുക്കന്മാരൊക്കെ ഉണ്ട്. അകത്ത് ഉലയിലാട്ടിയ അങ്ങനെ പറയരുതേ. വലുതായിപ്പോ ഞാൻ വന്ന പിള്ളേരെല്ലാം വന്നോട്ടെ. ഓൾമോസ്റ്റ് അമ്പത്തൂരൊക്കെ നിന്ന് കളിക്കാൻ കളിയണ്ടാ. ഇമോട്ടിട്ട് അടിക്കും എല്ലാത്തിനും അവിടെ. എന്താടാ നിങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് മോനെ എടാ വന്നവര് റേഡിയോയിൽ കണക്ട് ചെയ്യാൻ പറ. റേഡിയോയില് ചന്ദ്ര ഒന്ന് വെളിയിലോട്ട് വന്നേ. ചന്ദ്ര ഒന്നിങ്ങോട്ട് വന്നേ. ചന്ദ്ര, എനിക്കൊരു കാര്യം കൂടെ പറയണം. ഞങ്ങൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു ഡീല് വെച്ചായിരുന്നു പറഞ്ഞില്ലേ? ടിവിയിൽ ആരെങ്കിലും കണ്ണ് വെളിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇത് തരാമെന്ന് പറഞ്ഞായിരുന്നു അവരൊരു ചാൻസ് ആയിട്ട്. അപ്പോൾ നീ ഇതുവരെ വിറ്റ കാര്യങ്ങള് ജസ്റ്റ് ഇന്ന് എൻ്റെ കൂടെ ഒന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് വന്നൊന്ന് സമ്മതിക്കണം. അവര് കണ്ടുപിടിക്കാനേ പോണാത്ത കാര്യം നമ്മളെന്തിനാ പോയി പറഞ്ഞു കൊടുക്കണേ?
അല്ല അതിൽ ആവശ്യമുണ്ട് അതുകൊണ്ടാ. അണ്ണാ ഞാൻ ഒരു കാര്യം അടുത്ത് ആ ജോക്കി പറ നമുക്ക് തുടങ്ങാം. അവര് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ. കുറച്ചൊരു കത്തിപ്പോയില്ലേ ജോക്കി അവരോട്. ഓ കുറച്ച് കത്തിപ്പോയി. അണ്ണ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വാസന ദൂരെ ഒരു കാര്യം ഇപ്പൊ അണ്ണാ ഞാൻ കാര്യം പറ്റേ. എന്റെ കേസ് അവർ പിടിക്കാനേ പോണില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗണ്ണം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് പിടിച്ചിട്ട് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഉണ്ടാവും വേണമെങ്കിൽ. അങ്ങനെയുണ്ട് അണ്ണാ. എന്നിട്ട് ഞാൻ അണ്ണടുത്ത് വേറെ കാര്യം പറയട്ടാ. അണ്ണ ആലോചിച്ച് നോക്കണം. ഒരു കണ്ണ് നമ്മൾ സിറ്റിസണിന്റെ നിന്ന് പിടിച്ചെടുത്ത് എത്ര കണ്ണ് നമുക്ക് ബോണസ് കിട്ടണേ? അതെനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല. 5 കണ്ണ് കിട്ടില്ല അണ്ണാ. നമ്മള് സിറ്റിസണിന്റെ വല്ല ഇൻഫർമേഷൻ എടുത്ത് കൊടുത്താ നമുക്ക് ആരടുത്തേലും ഒരു 5 പേർക്ക് കണ്ണ് വല്ലതും കൊടുത്തിട്ട് അവരെ കൊണ്ട് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 10, 20, 30, 40 കണ്ണും കിട്ടും. എങ്ങനെയുണ്ട്? നീ എങ്ങനെയാടാ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേ? ഗൺ കിട്ടിയപ്പോഴേ ഗൺസ് നിന്നെ വെറുതെ അല്ലടാ നാട്ടുകാർ കുട്ടിക്കൊരങ്ങെന്ന് ഒറ്റ ബുദ്ധി എന്നൊക്കെ വിളിക്കുന്നേ. കുട്ടികളെ വിളിച്ചാ കൊണ്ടച്ച കൊന്നില്ലേ? ഇതിനൊന്നും വാസ് റൈറ്റ്. ഇല്ല അവൻ ജീവനോടെ ഇല്ല. കഴിച്ച കൊന്നിയെ. എടാ മന്ദബുദ്ധി. നമ്മുടെ ഗണ്ണ് നമ്മള് വെളി കൊടുത്ത നമ്മുടെ ഗണ്ണാന്ന് അവർക്ക് മനസ്സിലാവില്ലടാ. നമ്മുടെ കണ്ണല്ല, വേറെ കണ്ണ്. നമ്മള് വേറെ ഗ്യാങ്ങിന്റെ കാശ് കൊടുത്ത് ഞാൻ കണ്ണ് തരും. അന്ന് എത്ര രൂപ വേണം? ഏതൊക്കെ ഗ്യാങ്ങിന്റെ വേണം? ടി ജി ഒക്കെ 5 കണ്ണ് മേടിയില്ലേ? ടി ജിയുടെ പാടാണ്, നോക്കാം. ഇച്ഛായ വന്നു കഴിഞ്ഞാൽ നടക്കും. അവന്മാർക്ക് കളിക്കാനേ കണ്ടില്ല, അവര് തന്നെ നട്ടറായത് മേടിച്ച കളിക്കണേ. സെറ്റാക്കാം. വേണ എല്ലാരും വന്നു എടാ എല്ലാരും ഇരുന്നടാ. ബാക്കിയുള്ള റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ നീയാണോ പാട്ടിട്ടെ? ഇതൊക്കെ എന്ത് പാട്ടാണ് ഡെസ്ട്രോ? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംസാരിക്കല്ല അതിന്റെ ഇടയ്ക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അല്ല, എനിക്ക് ഷൗട്ട് ഇടാൻ ഞാൻ എന്റെ കീ ഒരു സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. എന്റെ ആ ബട്ടൺ അല്ല, എന്റെ വേറെ ചില സമയത്ത് അത് വർക്ക് ആവില്ല. ഓക്കെ ഇപ്പൊ കേക്കാലോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഗോഡ് ഫാദർ വല്ലപ്പോഴും ആൾ വരത്തുള്ളൂ. കാരണം അത് വരാത്തതല്ല, നമുക്കറിയാലോ നമ്മുടെ ബിഹൈൻഡ് ദ ഓപ്പറേഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ജോക്കിയാണ്. സോ പുള്ളി അതിന്റെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗോഡ് ഫാദറിന്റെ കമാൻഡേഴ്സ് ആണ് നിങ്ങളെ ചുറ്റും നിൽക്കുന്നത്. സാധാരണ മീറ്റിങ്ങിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോബോയി മാമൻ അല്ല ബോബോയി കണ്ണാപ്പി അവിടെ സിനിമ എല്ലാം കാണിക്കുന്നുണ്ടോ ആ സൈഡില്? എന്നാ ഇവിടെ ഇപ്പുറത്തെ ഇവിടെ ടേബിളിൽ തറല, ഇവിടെ കുറെ പേര് തറയിലിരിക്കും, സോഫയിൽ ഇരിക്കുള്ളൂ. പാസ്വേഡ് മറ്റേത് പറഞ്ഞില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് സ്നൈപ്പേഴ്സിന്റെ കാര്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ. അതെന്തായിരുന്നു നീ തന്നെ പറഞ്ഞു? അതായത് അണ്ണൂന് കണ്ണിന്റെ ഒരു ഇതുണ്ട്. അപ്പോ നമുക്ക് വേണ്ടിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ സ്നൈപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഷിപ്പിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പോ അത് നെക്സ്റ്റ് വീക്കോടുകൂടി നമുക്ക് സ്നൈപ്പേഴ്സ് അവൈലബിൾ ആവും, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വീക്ക് മാക്സിമം. ഇത് ഓൺലി ഫോർ ടി വി ആയിരിക്കും. എന്തോ വാറിലൊക്കെ എടുക്കാം. ആര് ചോദിക്കാന്? എന്റെ സർവർ ടിവിക്ക് മാത്രം. അല്ലടാ, എല്ലാ വാറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില വാറുകളിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള അപ്പൊ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളായി നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇന്ന് എന്നിട്ടും നമ്മളെ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് ആശുപത്രിയിലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മെയിനായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കാം.
നമ്മൾ ഈയിടെയായിട്ട് PvP-യിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക്, മെയിനായിട്ട് PvP ആക്ടിവിറ്റീസിൽ. സോ അപ്പോൾ വീക്കിലി ഇനി ഒരു മിനിമം ഒരു 2-3 സിറ്റുവേഷൻ എങ്കിലും വീക്കിലി സിറ്റുവേഷൻസ് ഉണ്ടാവണം. അപ്പോൾ PvP-യിൽ നമുക്ക് വരുന്ന, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ട, അതൊന്നും ഇനി ഒഴിവാക്കുന്നില്ല. PvP എടുക്കണം. കാരണം ഇവിടെ PvP കളിക്കുന്ന കുറേ പേർക്ക് സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം PvP നമ്മൾ വീക്കാക്കാൻ പാടില്ല. അപ്പോൾ PvP വീക്കിലി ഒരു 2-3 സിറ്റുവേഷൻസ് എങ്കിലും നല്ല റീസണബിൾ ആണ്, നല്ല രീതിയിലുള്ള, അതായത് വൃത്തികെട്ട ചൊറി അവിടെ പോയി ചൊറിയണമെന്ന് ഞാൻ കാണരുത്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മുടെ ഇവനെ ലോലനുമൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തതാണ്. സോ അതേപോലത്തെ വൃത്തികെട്ട ചൊറി കൊടുക്കരുത്. സോ നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് എടുക്കുക, അത് ഇതാക്കാതെ നമുക്ക് ഇത് കൊണ്ടുപോകണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ആക്ടിവിറ്റി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. പെണ്ണില്ലാത്ത എല്ലാവന്മാരും ഇപ്പോൾ സിറ്റി കയറുന്നില്ല. പെണ്ണുള്ളവന്മാർ മാത്രമാണ് സിറ്റിയിൽ ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരും കൂടെ സിറ്റിയിൽ ആക്റ്റീവ് ആവണം, സിറ്റുവേഷൻസിനൊക്കെ ആക്റ്റീവ് ആവണം. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇങ്ങോട്ട് സജഷൻ ഒന്നും ആരുടെയും ചോദിക്കുന്നില്ല. ആൻഡ് വളരെ റീസണബിൾ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തതാണ്. ഇനി തൊട്ട് എല്ലാ മന്തും ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ടാവും, എല്ലാ മന്തിൻ്റെയും. അല്ലെങ്കിൽ ചിലപ്പം വീക്കിലി നിങ്ങൾക്ക് പറയുന്ന എമൗണ്ടിനെ ഞങ്ങൾ ചിലപ്പോൾ വീക്കിലി സ്പ്ലിറ്റ് ആക്കും. ഒരു മാസത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് 35 CR, 35 CR എല്ലാ മാസവും എല്ലാ പ്ലേയേഴ്സും തരണം. ഒരു ദിവസം ഇവിടുത്തെ ആവറേജ് ഗ്രൈൻഡിങ് ടൈം വെച്ച് നോക്കിയാൽ ഒരു ദിവസം 1.5 മണിക്കൂർ മിനിമം, അത്രയും മതി. മാക്സിമം 1.5-1.25 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് 30 ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. സോ 35 CR ആണ് എല്ലാ മാസവും ഇനി നിങ്ങൾ തരേണ്ട ഗ്രൈൻഡിങ് ടാർഗറ്റ്. ഗ്രൈൻഡ് ചെയ്യണം, ലെവൽസ് കൂട്ടണം. പിടിച്ചു പറിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചും കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇനി സംസാരമാണ് RP ആണെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല. ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിസ്സായാൽ പോലും അടുത്ത ദിവസം നിങ്ങൾക്ക് 1.5-2 മണിക്കൂർ ഇരുന്ന് കിട്ടാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഇത് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള. എന്നാലും ഞാൻ ഗ്യാങ് ആക്ടിവിറ്റി പയ്യെ ഇനിഷ്യലി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് തന്നേക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് കുറവാണ്, ടാർഗറ്റ് കുറവാണ്. അപ്പോൾ 35 CR ഒരു മാസം. അപ്പോൾ അത് ചിലപ്പോൾ വീക്കിലി, ചിലപ്പോൾ നമ്മളത് കളക്ട് ചെയ്യും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും കളക്ട് ചെയ്യണത്. അത് അതിനനുസരിച്ച് പറയാം. അതിൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, TV-യുടെ കോ ലീഡർ സ്ഥാനത്തു നിന്ന് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്ക്. സോ ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കണ്ണാപ്പി ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ഗ്യാങ്ങിന്റെ ഇവിടെ ഡെക്കോറും, ഇവിടെ ഒരു ഹൈറാർക്കിയും, ഇവിടെ ഒരു ഡിസിപ്ലിനും ഉണ്ട്. ആ ഡിസിപ്ലിനെതിരെ ഇനി ആര് ബിഹേവ് ചെയ്താലും ഇത് തന്നെയായിരിക്കും ഡിസിഷൻ ഉള്ളത്. അത് ലീഡറിന്റെ സൈഡിൽ നിന്ന്, ഗോഡ് ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഇത് തന്നെയായിരിക്കും. വലിയ തെറ്റൊന്നും ചന്ദ്രൻ ചെയ്തെന്നല്ല പറയണത്, ബട്ട് സ്റ്റിൽ അതൊരു ഗ്യാങ്ങിന്റെ ഡിസിപ്ലിൻ എതിരായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ ഒരു മാസത്തേക്ക് കോ ലീഡർ സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ഒരു സസ്പെൻഷൻ ടൈമിൽ PD ആക്ച്വലി ചന്ദ്രനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനെ അവർ കൊണ്ടുപോയേ അടങ്ങും. ഈ വട്ടം എന്തായാലും നമുക്ക് ചന്ദ്രനെ കൊടുക്കാൻ താല്പര്യമില്ല. ചന്ദ്രനെ കൊണ്ടുപോയേ അവന്മാർക്ക് പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മളെ അടിച്ചിട്ട് അവന്മാർ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സിറ്റിയിൽ ഉണ്ടാവണം. ചന്ദ്രൻ ഇവിടെ ഉള്ള സമയത്ത് ചന്ദ്രൻ്റെ ഒരു കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതും കൂടി നോക്കണം. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ PD-യുടെ കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ്. PD-യിലുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം. കാണുമ്പോൾ എടാ പോടാന്ന് വിളിക്കാനുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇല്ല. നമ്മുടെ സിറ്റിസൺസിനെയും നമ്മുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ സിറ്റിയിലുള്ളത്. സോ അവരെ കാണുമ്പോൾ ഒരു ബേസിക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. ചാടി കയറി എടാ പോടാന്നും ഇതൊന്നും വിളിക്കില്ല. നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അതിനകത്ത് കുറേ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം അവരെ കയറി ചുമ്മാ എടാ പോടാന്നും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഇതാക്കാനും നിൽക്കരുത്. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ ആക്ടിവിറ്റിയുടെ കാര്യം, അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് വേണം. നമുക്ക് ഈ PvP ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ PvP കിട്ടണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ടർഫ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ സിറ്റിയിൽ ആക്ടിവിറ്റി വേണം, ലോയൽറ്റി പോയിന്റ് വേണം. ഈ ലോയൽറ്റി പോയിന്റ് ഇല്ലാതെ എൻ്റെ അടുത്ത് PvP ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനി ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ കാരണം നിങ്ങൾ ആക്റ്റീവ് ആയാലേ കാർഡ്സ് കിട്ടത്തുള്ളൂ. ആ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ?
ഇത്രയും കാര്യങ്ങൾ എനിക്ക് അഡ്രസ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഇത്രയായിരുന്നു ഒരു മീറ്റിങ്ങിന്. ആൻഡ് ഇത് വരാത്ത മെമ്പേഴ്സിന്റെ അടുത്തോടി ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ അടുത്തത് വേറെ എന്താ അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനാ വാസവനെ എല്ലാം പറഞ്ഞെല്ലാം വാസവൻ തന്നെ കവർ ചെയ്തല്ലോ. അല്ല അപ്പാപ്പനായിട്ട് വേറെ എന്തെങ്കിലും ഇത് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂടുതൽ വല്ലതും ആണോ 35 CR? ഗ്രൈൻഡ് ടാർഗറ്റ് കൂടുതലല്ല, കാരണം ഇതിന് മുന്നത്തെ ഒരു ഗ്രൈൻഡിങ്ങിന് എനിക്ക് തോന്നുന്നു എല്ലാരും അത്യാവശ്യം ട്രക്ക് ജോബ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സുഖമാണ്. കാരണം സിറ്റിയിൽ വെറുതെ നിന്നാൽ പോലും ഒരു 1 CR ഒരു 2 അവർ കിട്ടും അവർക്ക്. മറ്റേ ഹണി നിന്നാൽ അതാ ഹണിയും പാസേജ് ജോബും ഉണ്ട് വാസുവിനെ. അതായത് അതും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ട്. ഹണി 1 മണിക്കൂറിന് എത്ര ഒരു മണിക്കൂറിന് 1 കോടി. അതാ പറഞ്ഞ 1 മണിക്കൂർ നിന്നാൽ അപ്പൊ 30 ദിവസം വെറുതെ നിന്നാൽ തന്നെ 30 കോടി രൂപ കിട്ടും. വാസവന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമുക്ക് 50 കൂട്ടാം കേട്ടോ. ഈ മന്ത് അണ്ടിൽ നെക്സ്റ്റ് മീറ്റിംഗ് 35 ആയിരിക്കും ടാർഗറ്റ്. അത് അനുസരിച്ച് നമുക്ക് പയ്യെ പയ്യെ ഇതാക്കിയേക്കാം. പിന്നെ ഒരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ TVക്ക് ഹൈറാർക്കി ഗോഡ് ഫാദർ, ലീഡർ, കോ ലീഡർ അത്രേ ഉള്ളൂ. അതിന്റെ താഴോട്ട് ഗാർഡിയനും കൂടിയനും മറ്റേതൊന്നും ഇല്ല. മനസ്സിലായ? അത് ഇത് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വെൽ റെസ്പെക്റ്റീവ് ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ നമുക്ക് ഓൾറെഡി TVക്കകത്ത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കറന്റ് നമുക്ക് അങ്ങനെ ഗാർഡിയനും അതൊന്നും ഇല്ല. ഈ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഗാർഡിയൻ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം വരുവാണെങ്കിൽ തുപ്പി തൂറി മുഖത്ത് എഴുതി കൊടുക്കണം കേട്ടല്ല. അങ്ങനെ ഒരു ഹൈറാർക്കി TVക്കകത്തില്ല. എന്റെ പേര് ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു LX2. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ദിവസം നമ്മള് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ റീസെന്റ് ആണ് സസ്പെൻഷൻ വാങ്ങിച്ചത് ചന്ദ്രനെ. എന്നാലും ഒരു കോ ലീഡർ എന്നുള്ള രീതിക്ക് ചന്ദ്രന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ചന്ദ്ര സംസാരിക്കാൻ വേണ്ടി വരാം. 17K watching the stream. Let's go. Welcome. മാന്യ സദസ്സിന് വന്ദനം. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാഡിയൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ചില ഫേക്ക് ഗാഡിയൻസ് കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മളാരും ഇല്ലാത്ത സമയത്ത് അധികാരം ഉപയോഗിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തി നിറഞ്ഞു. അതിന്റെ പേരിലാണ് പറയുന്നത്. ഫേക്ക് ഗാർഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. കണ്ണാപ്പി എന്തേലും ഗാർഡിയൻ ആയിട്ട് എന്തെങ്കിലും ഇതായിരുന്നോ? അങ്ങനത്തെ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും? പിന്നെ വേറെ പറയാനുള്ളത് സസ്പെൻഷൻ. ഞാൻ ഇതൊരു നല്ലൊരു സസ്പെൻഷൻ ആയി കണക്കാക്കി തെറ്റുകളൊക്കെ തിരുത്തി അല്ലെ അണ്ണാ? അതെ. പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. നല്ല രീതിയിൽ നമുക്ക് സിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജയ് ഹിന്ദ്. നമുക്ക് മാമന്റെ കാര്യം എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ? സ്ലോട്ട് മാമന്റെ കാര്യത്തിന്റെ സ്ലോട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം കണ്ണാപ്പി കേട്ടാ. നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. സിറ്റിയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആക്ടിവിറ്റി നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം. നിന്റെ സ്ലോട്ട് ആദ്യം നീ പോവാതെ നോക്കിയാൽ മതി. നീ എന്നിട്ട് മതി മാമന്റെ സ്ലോട്ട് ഇതിനകത്ത് ഇടുന്ന കാര്യം. മാമന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റിയിൽ എത്ര നാൾ ആക്റ്റീവ് ആവണോ. ആക്റ്റീവ് ആവുമ്പോൾ മാമനെ അടുത്ത് സ്ലോട്ട് ഇട്ടോളാം. ഇവനെന്തിനാ മാറിയിരിക്കുന്നേ മാമൻ? മാംസ് മാമന്റെ കാര്യത്തിലുള്ള ഡിസിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലോ. ഇപ്പൊ കറന്റ് നിന്നെ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ മാമനെ ഇടട്ടെ കണ്ണാപ്പി? അല്ല ഞാൻ ഇടട്ടെ. ഞാൻ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കണ്ണാപ്പിയെ കൊണ്ട് എന്താണ് ഗ്യാങ്ങിന് ഉപകാരം? അല്ലല്ല അങ്ങനല്ല. കണ്ണാപ്പി ആസെ കൂട്ടുകാരൻ മാമന്റെ നല്ലൊരു ഫ്രണ്ട്. അവന് വേണ്ടിയിട്ട് നിനക്ക്, അതായത് മാമൻ ഈ ഒരു സ്ലോട്ടിൽ കയറി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നീ ഇപ്പം പറഞ്ഞത്. അപ്പൊ അല്ലല്ല അങ്ങനല്ല കണ്ണ അങ്ങനല്ല. അത് നിനക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇല്ല. ഞാൻ കാര്യമായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓപ്ഷൻ അത് ഓക്കെയാണോ? കണ്ണാപ്പി മാമന്റെ അടുത്തുള്ള ഡിസ്റെസ്പെക്ട് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവന് ഇവിടെ സ്ലോട്ടില്ലാത്ത ആർക്കും. അവന് എന്തെങ്കിലും സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇടാനാണ്. ഇപ്പൊ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരിക്കുന്നേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് ആരെ മാറ്റണ്ടേ അത് പറ. അതാണ് ഞാൻ എന്റെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തർ ചോദിക്കുമ്പോ ഞാൻ ഇന്ന് ആക്റ്റീവ് ആവും നാളെ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഞാനപ്പോൾ അതിൽ നിന്ന് ആരെ എടുത്ത് മാറ്റണം? അവനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ കറന്റ്ലി ഉള്ള ലിസ്റ്റിനകത്ത് നിന്ന് ആൾക്കാരെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഇപ്പൊ കെവിന്റെ കാര്യത്തിലാണ് ഞാനിപ്പോ ഒരു ഫൈനൽ ഡിസിഷൻ അവന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതോടെ കൺഫേം ആയിട്ട് വേണം എനിക്ക് മാമിന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ. പക്ഷെ മാമൻ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ഒന്നും സിറ്റിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി കാണിക്കണ്ട മാമ ഉണ്ടെന്ന് പറയണേ. എന്താ മാമ 2-3 ദിവസം നീ ഉണ്ടാവും, അടുത്ത 4 ദിവസം നീ ഉണ്ടാവൂല. ഇതുവരെ നീ ഒരു നിന്റെ തത്സമയം പോലും റെഗുലർ 10 ദിവസം 15 ദിവസം നിനക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല മാമ, ഇല്ല. ഇത് ഇല്ല എന്റെ അടുത്ത് അങ്ങനെ പറയണ്ട. എനിക്കറിയാം കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ മാത്രമായിട്ട് ഇത് ഇപ്പൊ ഡിസ്കസ് ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാത്തത്. അത് ഈ ബുദ്ധിയില്ലാത്ത വാണമൊക്കെയാണ് ഈ സബ്ജക്ട് ഇപ്പൊ എടുത്തിട്ടത്. ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഈ സാധനം ഇവിടെ ഡിസ്കസ് ചെയ്ത ചാറ്റിലുള്ളവർ ഓരോരുത്തരുടെ പേര് പറയും, ഓരോരുത്തരെ അത് മാറ്റ് ഗൈസ്. അത് ഈ ഇൻ ബിറ്റ്വീൻ ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ ചാറ്റ് പറഞ്ഞിട്ട് ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു സാധനം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ചെയ്യത്തില്ല ഞാൻ അങ്ങനെ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത. അവന്റെ ആക്ടിവിറ്റി നോക്കിയിട്ട് ഇവന്മാരെല്ലാം നല്ല മടി കാണിക്കുന്നുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് കുറച്ച് ദിവസം വരുന്ന സമയത്ത് വരുമ്പോ എടുത്ത് സ്ലോട്ടിൽ ഇടാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എടാ ചന്ദ്ര, നീകൻ എന്താടാ വരാത്ത മീറ്റിങ്ങിനൊന്നും? ഒരു മിനിറ്റ് ഞാൻ കുറച്ച് സംസാരിച്ചത്. അപ്പം ഗ്യാങ്ങിന് മൊത്തത്തിലുള്ള ചോദ്യമാണ്, കണ്ണാപ്പിയെ കൊണ്ട് ഈ ഗ്യാങ്ങിൽ എന്താണ് പ്രയോജനം എന്നുള്ള ആരും റിപ്ലൈ തരുന്നില്ല. പണ്ട് 2 വള്ളിയെങ്കിലും എടുത്തു വരുന്നു. അതിന് കുറവൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ജോക്കി, നല്ല മാറ്റമുണ്ട് ഇവന്. അതായത് മെച്ചൂരിറ്റി ഉണ്ടല്ലേ, പണ്ടത്തെ പോലെ അല്ല. KVക്കൊക്കെ എതിരെ സിറ്റുവേഷൻ എടുക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന വിധത്തിൽ വരെ എത്തി. സാധാരണ ജോക്കി ഇവന്റെ ആരെല്ലാം ഇപ്പൊ മാമന്റെ ആരെല്ലാം ചന്തിക്ക് പിടിച്ചാലോ എന്തിനു പിടിച്ചാലും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. പക്ഷെ മാമന് ഒരു മിനിറ്റ് ആ തപസ് ചെയ്യുന്ന പയ്യൻ മീറ്റിംഗിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യണേ. എന്നിട്ട് ബാക്കി പറഞ്ഞു. സാധാരണ എല്ലാത്തിനും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. ഇപ്പൊ നമ്മൾ ഈ ടിവിയെ KVയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പം അതിന് അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തിരുന്നതിനകത്ത് ഇവൻ പോയി സോറി പറഞ്ഞത് സോൾവ് ചെയ്തു. ഓ മാൻ ഫാന്റാസ്റ്റിക് കണ്ണാപ്പി. അത് നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മനസ്സിലായത്? എന്ത് ഗാർഡിയൻ, എന്താണ് ഗാർഡിയന്റെ സ്പെല്ലിംഗ്? ഇല്ല പോയി ഇവിടെ. പിന്നെ ഞാൻ ഒരു കാര്യം, പെണ്ണുങ്ങളുടെ നേരെ തല്ലുകൊള്ളുന്ന ഇവനെയൊക്കെ പിടിച്ച് ടിവിയുടെ ഗാർഡിയൻ ആക്കുന്നതിന് പേര് ഞാൻ ഈ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുന്നതാ. മനസ്സിലായ? അതിനൊക്കെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഞാൻ അവർക്ക് കൊടുത്തോളാം. തോറ്റത് ഇപ്പോഴും നീ അങ്ങ് എല്ലാരും മറന്നുപോയോ? എനിക്ക് അൽഷിമസ് ഉണ്ടോ? എനിക്ക് അണ്ണുവിന്റെ ബീഫത്തും ഇല്ല ഇത്. ജോക്കിയുടെ ബീവി എന്റെ ബീവി വരെ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ടു വാക്ക് അവേ ഫ്രം ദിസ് മീറ്റിംഗ്. ഇറങ്ങി പോടാ മൈരയെന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സ്വന്തമായിട്ടല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ഉള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എണ്ണിച്ചാൽ നന്നായേനെ. ഞാൻ പറയുക എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്ത് നമുക്ക് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള എനിക്കറിയാം പ്രായത്തിന്റെ ഓരോരോ ചഞ്ചലകളും മറ്റേതും മറിച്ചതും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ രാത്രി മലകയറ്റം ഒന്ന് ശരിക്കും കുറയ്ക്കണം. ഞാൻ സിറ്റിയിലുള്ള സമയത്ത് ഈ മല കയറുന്നത് കണ്ട ഉറപ്പായിട്ട് സ്പോട്ടിൽ ആ പെണ്ണിനെ വെടിവെച്ചിട്ടും നിന്നെ വെടിവെച്ചിട്ടും ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പം ഈ മലകയറ്റവും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട്, അല്ല ഇവൻ എന്തു ഈ കാലും കവച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വല്ല കുന്തം പിടിച്ചിരിക്കുന്ന ലുട്ടാപ്പിയാന്നോ കണ്ണാപ്പി? അപ്പം ഇത് കുറച്ചിട്ട് ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യമായ ഒരു സാധനം. ഒരു മിനിറ്റ് ജോക്കി റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം അവിടെ പോകാൻ പറയുമ്പോ മുച്ചിരി അവിടെ പോയി അവനൊന്ന് വിളിച്ചു ജോക്കി. അവനെ വിളിച്ചിട്ട് ആ റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. PL 40 ദേവി അടിച്ചു പോവല്ലേ സിറ്റി. എന്തൊരു അവസ്ഥയാടാ. ഹലോ പറയടാ.
മുച്ചിരി എന്തേ അല്ല നീ റിലേഷൻഷിപ്പുള്ളവരെല്ലാം അവിടെ പോകാൻ പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എപ്പോഴും നാക്ക് പുറത്തിട്ട് എടുക്കുന്നവനെ കടുവത്സാന്നാ വിളിക്കുന്നത്. കടുവത്സന അല്ല ഇതൊക്കെ നാക്ക് പുറത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാ ഇങ്ങനെ നാവിന് ഭയങ്കര ചൂട് അതിനോണ്ട് പുറത്തിട്ടെ ചൂട് ചൂടെടുക്കുന്ന എല്ലാം നീ പുറത്തിടും. അപ്പൊ മുച്ചിരി ഈ റിലേഷൻഷിപ്പ് ഉള്ളവർ അപ്പുറത്ത് വന്നപ്പോ മോൻ എന്തിനാണ് അപ്പുറത്ത് പോയേ? ഞങ്ങക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഐശ്വര്യ ഇന്നലെ 18 വയസ്സ് അതിനോണ്ട് ലീവിലാക്കാൻ ഐശ്വര്യയൊക്കെ ഏതാ? ഐശ്വര്യ എന്റെ പെണ്ണ്. ഐശ്വര്യ ഇന്നലെ 18 വയസ്സ് അതിനോണ്ട് റിവീലാക്കാണ്ട് നിന്നെ റിവീലാക്കാന്ന് വിചാരിച്ചു. വണ്ടി വല്ലോ? അല്ല 18 വയസ്സ് ഞങ്ങക്ക് 18 വയസ്സായിനല്ലോ അപ്പൊ അത് പോക്സ് ആവുമല്ലോ. നിനക്ക് ബോക്സ് അല്ലെങ്കിൽ നമ്മളെ അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗ്യാങ്ങിന്റെ ഇത് വേറൊരു കാര്യം, ദേവൂട്ടന്റെ ഒരു പടം വെക്കണം കേട്ടോ. ദേവൂട്ടന്റെ ഒരു പടം വെക്കണം. കുട്ടിയുടെ പടം കൊണ്ട്. അപ്പൊ മുച്ചിരി ഞാൻ ഒരു കാര്യം പറയട്ടെ സീരിയസ്ലി, എന്താണ് മുച്ചിരി ഗ്യാങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. പിന്നെ എന്തോ ഇവിടെ നിൽക്കുന്ന ഇറങ്ങി പോകൂടെ? നിന്നെ ഗ്യാങ്ങിൽ എടുത്തതിന് പിന്നിൽ സ്ലോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ഇത് കാണുമല്ലോ, മനസ്സിലായോ? ഒരു മോട്ടിവേഷൻ അല്ല, ഒരു ഔചിത്യം കാണുമല്ലോ നമുക്ക്. എന്തിനാ ഗ്യാങ്ങിൽ എടുക്കുന്നേ? ഔചിത്യം കത്തിപ്പോയേ. ഞാനൊക്കെ 45 PL ഇവിടെ ഇരിക്കുന്നേ. എനിക്ക് അപ്പഴേ അറിയാം. അത് PL അല്ലെന്ന് എനിക്കറിയാം. കുറഞ്ഞ് 30 ആയിടുச்சு. എനിക്ക് 36 30 ദർശന വിളിക്കുന്ന അതാരടാ പാട്ടിട്ടത്? ഗോഡ് ഫാദർ ഒക്കെ വന്നിട്ട് പോവും. ഞാനിവിടെ ഡെയിലി വരും. അത് മനസ്സിലാക്കിക്കോണേ. ഞാൻ കത്തിയതേ ഇല്ല. സ്റ്റാമ്പേഡ് ബെസ്റ്റ് നെറ്റ്വർക്ക്. ഞാൻ കല്ല് പോലെ ഇരിക്കല്ലോ കേരള വിഷയം. 85 PL കരിങ്കട്ട. ഞാൻ കത്തിയില്ലടാ. ഓ സർവർ നോക്കി പോവേ. അതല്ല ദർശനയ്ക്ക് വേണ്ടി വണ്ടിയൊക്കെ കൊടുത്തു. എല്ലാം അടിപൊളിയാക്കിയെന്ന് കേട്ട്. പ്രീമിയത്തിന്റെ പൈസ വരണമായിരിക്കും അല്ലേ? അല്ല വാസവ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ജോക്കി കറിയ കാര്യം ഇല്ല. ജോക്കി അറിയാൻ എന്ത് പറ്റും വാസവൻ? അയ്യോ ജോക്കി അറിയത്തില്ലല്ലോ. പറയുന്നതന്നെ ഞാൻ അപ്പൊ കൊല്ലുമല്ലോ. വിഷമൊന്നുമില്ല വാസവനെ, കുഴപ്പമില്ല. ഞാൻ കമ്മിറ്റഡ് ആയിട്ടില്ല. കുഴപ്പമില്ല വാസവൻ. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ അപ്പാ, ഞാനൊരു എസ് പറഞ്ഞാൽ അത് അപ്പൊ സെറ്റ് ആവും. പക്ഷെ വാസവ പറയത്തില്ലല്ലോ. ഇല്ല അതങ്ങനാണല്ലോ, എപ്പോഴും ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയാനല്ലേ വാസവന് ഇഷ്ടം. ഇതെന്തുകൊണ്ടാന്നറിയാം അപ്പാ? എന്താ വാസവൻ? ഈ അമ്മുക്കുട്ടിയില്ലേ, അവളെന്നെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞതാ. അതെ. പക്ഷെ ബാക്കിയുള്ള പെൺപിള്ളേരപ്പൊ എന്ത് ചെയ്തു വാസവനെ? അവര് ഇതിൽ കഥയിൽ ചോദ്യമില്ല. അതല്ലേ? അല്ലേലും എല്ലാരും ഈ പെൺപിള്ളേർക്ക് വേണ്ടിട്ടാണല്ലോ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഓ, പെൺപിള്ളേരുടെ പുറകെ പോകാത്ത ഒരാളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് KV ആയിട്ട് അടി കിടന്ന ദിവസം ഞങ്ങള് കാർലോയെ പൊക്കാൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ മുന്നിൽ കൂടെ 2 ചിക്സിന്റെ കൂടെ വണ്ടി പോകുന്നത് ഞാൻ എപ്പോഴും എന്റെ തലയിൽ ഓർത്തിരിക്കുവോ. ഞാനത് മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ മുട്ടിച്ചില്ല എന്ന് വന്ന സമയത്താ എന്നൊക്കെ വിളി വരുന്നത്. കാർലോനെ പൊക്കിന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രാക്കില്ല വാസുവനെ, അറിയാവോ?
ഒച്ചക്ക് തെറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ നീ അന്ന് ഒരു പിടിക്ക് 2 പക്ഷിയായിരുന്നു. അത് ക്യാൻസൽ ചെയ്യാൻ എങ്ങനെയും പിന്നെ കാരണമായി പൊക്ക. ഇത് രണ്ടുമായിരുന്നു എന്റെ ടാർഗറ്റ്. ഓ മൈ ഗോഡ്, ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ? അതെ അതെ അതെ. പക്ഷേ എന്നാ പിന്നെ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചേ. സാരമില്ല, അസുമൻ എന്തായാലും ഓർമ്മയില്ലല്ലോ, സാരമില്ല. അവന്റെ ബർത്ത്ഡേ ആണോ? അപ്പാ വേണ്ട അസുമനെ, കുഴപ്പമില്ല. അപ്പാ ഈ ഡീഡോസ് മാറാൻ എന്താ ചെയ്യണ്ടേ സെർവറില്? ഡീഡോസ് മാറാൻ ഈ സർവറിലെ ഡീഡോസ് മാറാനത് യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. ഹലോ, യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. സൗണ്ട് പോയി. ഹലോ, മാസം പോയി. ഇപ്പുറത്തോട്ട് വാ. ഹലോ, കേക്കാവോ? ഇങ്ങോട്ട് വാ. അവിടെ കൊളീഷനുണ്ട്, ഇങ്ങോട്ട് വാ.